Good morning. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ 5th സെമിസ്റ്ററിലെ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള പേപ്പറിലെ ഒരു ചാപ്റ്റർ ആയിട്ടുള്ള നൈട്രജൻ കോമ്പൗണ്ട്സ്. അപ്പോൾ നൈട്രജൻ കോമ്പൗണ്ട് രണ്ട് പാർട്ടാണുള്ളത്, നൈട്രജൻ കോമ്പൗണ്ട്സും അമിനോ പാർട്ടും. അപ്പോൾ അതിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെക്ഷൻ ആയിട്ടുള്ള അമിനോ പാർട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് അമീൻസ് അതിൻ്റെ സവിശേഷതകളും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ വരെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് എന്താണ് അമീൻസിൻ്റെ നോമൻക്ലേച്ചർ, ദെൻ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് അമീൻസ്, ഇത്ര കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് അമീൻസ്. അപ്പോൾ അമീൻസ് കേൾക്കുമ്പോൾ തന്നെ എന്താണ്, ഇസ് ആൻ ഓർഗാനിക് ഡെറിവേറ്റീവ് ഓഫ് അമോണിയ. ഇസ് ആൻ ഓർഗാനിക് ഡെറിവേറ്റീവ് ഓഫ് അമോണിയ ഇൻ വിച്ച് 1, 2 or all of the 3 hydrogens are replaced by an organic substituent or alkyl group is known as amine. അപ്പോൾ അമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമോണിയയിലെ അല്ലെങ്കിൽ അമോണിയൻ്റെ ഒരു ഓർഗാനിക് ഡെറിവേറ്റീവ് ആണ് അമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന് ഇപ്പോൾ അമോണിയ എന്ന് പറയുമ്പോൾ 3 ഹൈഡ്രജൻ ഒരു നൈട്രജൻ. ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു ഓർഗാനിക് ഗ്രൂപ്പ് വരികയാണെങ്കിൽ, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, അമീൻസ് എന്ന് പറയുക. ഓക്കെ, അമീൻ ഈസ് an important group of large number of natural compounds. ഒരുപാട് നാച്ചുറൽ കോമ്പൗണ്ട്സിലെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന ഒരു ഗ്രൂപ്പാണ് അമീൻസ്. ഫോർ എക്സാമ്പിൾ പ്രോട്ടീൻ, അതേപോലെ തന്നെ അമിനോ ആസിഡ്സ്, അതേപോലെ തന്നെ ആൽക്കലോയിഡ്സ്, അങ്ങനെ ഒരുപാട് നമ്പർ ഓഫ് കോമ്പൗണ്ട്സിലൊക്കെ അമീൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് വെരി ഹൈലി സിന്തറ്റിക് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ആൾസോ. ഫോർ എക്സാമ്പിൾ ഡൈസ്, ഡ്രഗ്സ്, നിരവധി കോമ്പൗണ്ട്സിൽ വരുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ് അമീൻസ്. അമീൻസ് ആർ പ്രൈമറി ക്ലാസിഫൈഡ് ഇൻ ടു 3, ദാറ്റ് ആർ പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെർഷ്യറി അമീൻ. അപ്പോൾ പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻസ് എന്ന് പറയുമ്പോൾ അമീൻസ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ഹൈഡ്രജൻ റീപ്ലേസ്ഡ് ബൈ ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ അതിന് നമ്മൾ പ്രൈമറി അമീൻസ് വരും. 2 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ അതിന് സെക്കൻഡറി അമീൻ. അതിന് എക്സാമ്പിളാണ് ഡൈമീഥൈൽ അമീൻ. ദെൻ 3 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്രൂപ്പ് വരികയാണെങ്കിൽ ട്രൈമീഥൈൽ അമീൻ, ടെർഷ്യറി അമീൻസ് എന്ന് പറയും. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ്ഡ് ബൈ ആൽക്കൈൽ ഗ്രൂപ്പ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയാൻ പോകുന്നതിൻ്റെ നോമൻക്ലേച്ചറാണ്. ഇപ്പോൾ നോമൻക്ലേച്ചർ, അപ്പോൾ നിങ്ങൾക്കറിയാം 2 തരത്തിലുള്ള നോമൻക്ലേച്ചർ ഉണ്ട്. ദെൻ കോമൺ നെയിംസ് വരുന്നുണ്ട്, പിന്നെ IUPAC നോമൻക്ലേച്ചർ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ കോമൺ നെയിംസ് ആണ്. ദെൻ IUPAC നെയിം ആകുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ വരും. അപ്പോൾ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആവുക കോമൺ നെയിമാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് അമീൻസിൻ്റെ കോമൺ നെയിംസും IUPAC നെയിംസും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ കോമൺ നെയിംസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വൺ കണ്ടിന്യൂസ് നെയിം വേർഡ്. ഒരൊറ്റ കണ്ടിന്യൂസ് ആയിട്ടുള്ള നെയിം വേർഡാണ് നമ്മൾ കോമൺ നെയിമായിട്ട് അമീൻസിന് കൊടുക്കാറ്. അപ്പോൾ 2 തരത്തിൽ നമ്മൾ കോമൺ നെയിംസ് കൊടുക്കാറുണ്ട്. ഒരു ആദ്യത്തെ വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ ആദ്യം സഫിക്സ് ആയിട്ട് നമ്മൾ അമീൻ്റെ പേര് കൊടുക്കും, പ്രിഫിക്സ് ആയിട്ട് ഓർഗാനിക് പാർട്ട്. ഓക്കെ, അപ്പോൾ ഓർഗാനിക് പാർട്ട് ഫോളോഡ് ബൈ അമീൻ പാർട്ട്. ഒരു എക്സാമ്പിൾ CH3NH2, that is methyl amine. Methyl is prefix and amine is suffix. പ്രൈമറി അമീൻ വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൽക്കൈൽ പാർട്ട് ഫോളോഡ് ബൈ അമീൻ പാർട്ട് കൊടുക്കാം. ദെൻ സെക്കൻഡറി അമീൻ ഒക്കെ വരികയാണെങ്കിൽ ബേസ്ഡ് ഓൺ ദ ആൽഫബറ്റിക് ഓർഡർ, അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂവന്റിന്റെ ആൽഫബറ്റിക് ഓർഡർ. ഫോർ എക്സാമ്പിൾ CH3, CH2NH2. അപ്പോൾ ദിസ് ഈസ് ഈഥൈൽ അമീൻ. നോക്കുക, സെക്കൻഡറി അമീൻ CH3, CH2NH, ദിസ് ഈസ് സെക്കൻഡറി അമീൻ. അപ്പോൾ സെക്കൻഡറി അമീൻ വരുന്ന സമയത്ത് ബേസ്ഡ് ഓൺ ദ ആൽഫബറ്റിക് ഓർഡർ. അപ്പോൾ ഈഥൈൽ ഈസ് ദ ഫസ്റ്റ് വൺ, ഈഥൈൽ, മീഥൈൽ അമീൻ. ദെൻ ടെർഷ്യറി അമീൻ, ട്രൈമീഥൈൽ അമീൻ. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി, അപ്പോൾ പിന്നെ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് കൂടുന്ന സമയത്ത് നമ്മൾ ട്രൈ എന്നൊക്കെ ചേർത്ത് കൊടുക്കും. എക്സാമ്പിൾ CH3 ത്രൈസൻ, ടെർഷ്യറി അമീൻ നമ്മൾ ട്രൈമീഥൈൽ അമീൻ. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കോമൺ നെയിംസ്. വൺ കണ്ടിന്യൂസ് വേർഡാണ്. ആദ്യം നമ്മൾ ആൽക്കൈൽ പാർട്ടിന്റെ പേര് കൊടുക്കും, ഫോളോഡ് ബൈ സഫിക്സ് നെയിം ഓഫ് അമീൻ. ദെൻ സെക്കൻഡ് ടൈപ്പ് നെയിം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ അമീൻ ചേർത്ത് കൊടുക്കും. ഓക്കെ, പ്രിഫിക്സ് ആയിട്ട് നമ്മൾ അമീൻ ചേർത്ത് കൊടുക്കും, സഫിക്സ് ആയിട്ട് ഓർഗാനിക് പാർട്ട് ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് CH3NH2. അതിന് അമിനോ മീഥേൻ എന്ന് പറയും. അമീൻ ഈസ് പ്രിഫിക്സ് ആൻഡ് മീഥേൻ ഈസ് സഫിക്സ്.
Okay, then വേറൊരു എക്സാമ്പിൾ CH3 CH2 NH2 then amino ethane എന്ന് പറയും. ഇനി ഈ ഒരു ടൈപ്പ് നെയിമിങ്ങിൽ നമ്മൾ സെക്കൻഡറി അമീൻ ടെർഷ്യറി അമീൻ ഒക്കെ എത്തുന്ന സമയത്ത് നമ്മൾ N ആൽക്കേൽ അമിനോ ആൽക്കേൽ എന്നുള്ള പേരാണ് കൊടുക്കുക. N ആൽക്കേൽ അമിനോ ആൽക്കേൽ. ടെർഷ്യറി ആണെങ്കിൽ NN ഡൈ ആൽക്കേൽ അമിനോ ആൽക്കേൽ. ഒരു എക്സാമ്പിൾ നോക്കുക, സെക്കൻഡറി അമീൻ CH3 CH2 NH CH3 N മീഥൈൽ അമിനോ ഈഥൈൽ. ഏത് ടൈപ്പാണ് വരുന്നത്? N ആൽക്കേൽ അമിനോ ആൽക്കേൽ. അതിന് എക്സാമ്പിൾ ആണ് N മീഥൈൽ അമിനോ ഈഥൈൽ. ദെൻ വേറെ എക്സാമ്പിൾ CH3 ത്രൈസ് N ട്രൈ മീഥൈൽ അമിനോ. അതിന് നമ്മൾ എങ്ങനെ കൊടുക്കുക? NN ഡൈ ആൽക്കേൽ അമിനോ ആൽക്കേൽ. അതിന് പകരം NN ഡൈ മീഥൈൽ അമിനോ മീഥൈൽ. ഓക്കെ, ദെൻ അരോമാറ്റിക് അമീൻസ് ആണെങ്കിൽ ബേസിക് ആയിട്ടുള്ള അമീൻസിന്റെ കോമൺ നെയിമാണ് ബേസിക് ആയിട്ടുള്ള അരോമാറ്റിക് അമീൻ, ദാറ്റ് ഈസ് അനിലിൻ. അനിലിൻ സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ ടോളുഡിൻ, ഓർത്തോ ടോളുഡിൻ. ദെൻ N മീഥൈൽ അനിലിൻ, ദെൻ NN ഡൈ മീഥൈൽ അനിലിൻ. ഇങ്ങനെ പോകും പേര്. ദെൻ IUPAC നെയിം വരുന്ന സമയത്ത് നമ്മൾ പൊതുവെ എന്താ ചെയ്യാന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുക എന്താണ്? അപ്പോൾ നമ്മൾ ഒരു ആൽക്കേൽ പാർട്ട് നമുക്കൊരു പേരുണ്ട്. അപ്പോൾ ആൽക്കേൽ പാർട്ട് CH3 അല്ലെങ്കിൽ CH4 ആണെങ്കിൽ മീഥേൻ, ഈഥേൻ എന്ന് പറയാം. അപ്പോൾ ആ മീഥേൻ ഈഥേനിലെ ലാസ്റ്റ് വേർഡ് ആയിട്ടുള്ള റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ അമീൻ ചേർത്തു. ഓക്കെ, എക്സാമ്പിൾ CH3 NH2 ആണെങ്കിൽ CH3 എന്ന് പറയുമ്പോൾ മീഥൈൽ, അതായത് CH4 ആണെങ്കിൽ മീഥൈൽ, മീഥൈലിൽ ഒഴിവാക്കിയിട്ട് അവിടെ അമീൻ ചേർത്ത് കൊടുക്കും. അപ്പോൾ മെഥനാമീൻ, CH3 NH2 മെഥനാമീൻ. അതേപോലെ CH3 CH2 NH2 എഥനാമീൻ. ദെൻ സെക്കൻഡറി അമീൻ ആകുമ്പോൾ നമ്മൾ N ആൽക്കേൽ ചേർത്തിട്ടിട്ടാണ് മെഥനാമീൻ എന്ന് എഴുതുക. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ് CH3 NH CH3. സെക്കൻഡറി അമീൻ N മീഥൈൽ മെഥനാമീൻ. ഓക്കെ, ദെൻ അരോമാറ്റിക് ആണെങ്കിൽ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അരോമാറ്റിക് അമീൻ, ദാറ്റ് ഈസ് അനിലിന് നമ്മൾ IUPAC നെയിം വരുന്ന സമയത്ത് ബെൻസാമീൻ. അതേപോലെ തന്നെ ഓർത്തോ CH3 സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ 2 മീഥൈൽ ബെൻസാമീൻ. ഇങ്ങനെ പോകും ഇതിന്റെ പേര്. ഓക്കെ, ദിസ് ഈസ് ദ നോമൻക്ലേച്ചർ ഓഫ് അമീൻസ്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള നോമൻക്ലേച്ചർ ഉണ്ട്. കോമൺ നെയിംസ്, IUPAC നെയിം. കോമൺ നെയിം തന്നെ രണ്ട് തരത്തിലുണ്ട്, ശ്രദ്ധിക്കുക. രണ്ട് പേര് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ IUPAC നെയിം. ദിസ് ഈസ് ദ nomenclature of amines. Next, we are going to discuss the method of preparation of amines. Amines in the method of preparation. Then first, some important method of preparation of amine. അപ്പോൾ ഒരുപാട് നമ്മൾ സിലബസിൽ പറയുന്ന മാത്രം മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനെ നോക്കുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് വൺ ഫ്രം ആൽക്കേൽ ഹാലൈഡ്. ആൽക്കേൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ RX or PHX, അലിഫാറ്റിക് ആൽക്കേൽ ഹാലൈഡ് ഓർ അരോമാറ്റിക് ആൽക്കേൽ ഹാലൈഡ്. അപ്പോൾ അതിന് സിന്തസിസ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ആണ് അമോണോളിസിസ്. Ammonolysis of alkyl halide. Okay, ammonolysis. അപ്പോൾ ഈ അമോണോളിസിസിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽക്കേൽ ഹാലൈഡ് ഓർ ബെൻസൈൽ ഹാലൈഡ്സ് ഓൺ റിയാക്ഷൻ വിത്ത് എഥനോളിക് സൊല്യൂഷൻ ഓഫ് അമോണിയ ഇൻ എ സീൽഡ് ട്യൂബ് അറ്റ് 373 Kelvin, a nucleophilic substitution reaction which the halogen atom is replaced by amino group. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽക്കേൽ ഹാലൈഡ്സ് ഓർ ബെൻസൈൽ ഹാലൈഡ്സ് ട്രീറ്റഡ് വിത്ത് എഥനോളിക് സൊല്യൂഷൻ ഓഫ് അമോണിയ. Then the ammonia acts as a nucleophile which replaces the X atom in alkyl halides and the CX bond break and CNH2 bond formed. Okay, this process of cleavage of CX bond by ammonia molecule is known as ammonolysis. Okay, the first product is substituted ammonium salt, which is the free amine can be obtained by treatment of a strong base. അപ്പോൾ ഈ അമോണോളിസിസ് നടത്തി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കിട്ടുക ഒരു പ്രൈമറി അമോണിയം സാൾട്ട് ആണ്. ഈ പ്രൈമറി അമോണിയം സാൾട്ടിനെ NaOH സ്ട്രോങ് ബേസ് ആയിട്ടുള്ള NaOH ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we will get free amine. ഓക്കെ, നോക്കാം നമുക്ക് ആ റിയാക്ഷൻ. ദെൻ അമോണിയ treated with alkyl halide.
RX. Then ammonia act as a nucleophile. Okay. Then this ammonia attack R plus. Then CX-RX bond will polarize. Then NH3 attack R. We will get alcoholic NH3. Alcoholic NH3. Then R NH3 plus X minus. So first we will get a substituted ammonium salt. It's a quaternary salt. From this from this primary amine can be obtained by treating a strong base. R NH3 X plus NaOH. Then H. From NH3, H and OH combine to form water. Okay, X and Na combine to form NaX. Then we will get RNH2 plus H2O plus NaX. Okay, NaOH OH ഈ NH3 ഒരു H കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ആവും. ഈ Na പ്ലസും ഈ X മൈനസും Na plus and X minus combine ചെയ്തിട്ട് NaX ആവും. Then we will get a primary amine. Okay, then in an example CH3 Cl plus NH3 in presence of NaOH. NaOH, we will get CH3 NH2. Then byproduct H2O plus NaCl. Okay, this is the product. ഇനി ഈ റിയാക്ഷനിൽ തന്നെ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കിട്ടുന്ന പ്രൊഡക്റ്റ് ഒരു പ്രൈമറി അമീനാണ്. ദിസ് പ്രൈമറി അമീൻ ആക്ട് ആസ് എ ന്യൂക്ലിയോഫിൽ വിൽ ഫർദർ അറ്റാക്ക് ആൽക്കൈൽ ഹാലൈഡ് ഇഫ് ഇറ്റ് പ്രസന്റ് എക്സസ്. സൊല്യൂഷനിൽ എക്സസ് ആയിട്ട് ആൽക്കൈൽ ഹാലൈഡ്സ് ഉണ്ടെങ്കിൽ ഫോം ചെയ്ത പ്രൈമറി അമീൻ വീണ്ടും ആൽക്കൈൽ ഹാലൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇതുണ്ടാവും, സെക്കൻഡറി അമീൻ ഉണ്ടാവും. അത് വീണ്ടും ആ ഒരു സെക്കൻഡറി അമീൻ ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്തിട്ട് then excess ആയിട്ട് ആൽക്കൈൽ ഹാലൈഡ്സ് ഉണ്ടെങ്കിൽ then attack ചെയ്തിട്ട് tertiary quaternary വരെ എത്തും. However, the primary amines thus obtained have a nucleophile and can further react with alkyl halides if present in excess to form secondary amines, which would then yield tertiary amines and finally yield quaternary ammonium salt. Another example നമുക്ക് ഈ റിയാക്ഷനിൽ we will get a primary amine. The primary amine will again react alkyl halide CH3Cl. Suppose CH3Cl, then nucleophilic attack takes place. We will get NaOH. We will get a secondary amine RNHCH3. If alkyl halides present excess, alkyl halide excess ആയിട്ടുണ്ടെങ്കിൽ CH3Cl, or we can simply RX. So R dash X ആണെങ്കിൽ we will get RNH2 R dash NaX plus H2O. Okay, ഇനിയും ഈ സൊല്യൂഷനിൽ എക്സസ് ആയിട്ട് ആൽക്കൈൽ ഹാലൈഡ്സ് ഉണ്ടെങ്കിൽ RNH R plus RX NaOH, we will get RN R dash R double dash. Okay, if the solution contains excess of RX, it again react R double dash RX in presence of NaOH, we will get R double dash R dash R. Okay, finally we will get a quaternary ammonium salt. Quaternary ammonium salt. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സെയിം എല്ലാം സെയിം R ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം R4N plus Cl minus. Okay, this is the final product. So based on the
നമ്മൾ എടുക്കുന്ന റിയാക്ടന്റിന്റെ റേഷ്യോക്ക് അനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, 1:1 റേഷ്യോയിൽ എടുക്കുന്നുണ്ടെങ്കിൽ വിൽ ഗെറ്റ് പ്രൈമറി അമീൻസ്. അതല്ല ആൽക്കൈൽ ഹാലൈഡ്സ് എക്സസ് ആയിട്ട് എടുക്കുന്നതാണെങ്കിൽ വിൽ ഗെറ്റ് ക്വാട്ടർണറി അമീൻ. ദെൻ അങ്ങനെ നമുക്ക് ഡിഫറെന്റ് പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് അസൈഡ് സിന്തസിസ്. അസൈഡ് സിന്തസിസ് azide. What is azide? N3. HN3 is the azide. Okay, sodium N3, potassium N3, HN3. ഇങ്ങനെ കുറേ വരുന്നുണ്ട്. അപ്പോൾ ഈ അസൈഡ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഇവിടെ നോക്കുന്നത്. ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് സോഡിയം അസൈഡ് ആൽക്കൈൽ ഹാലൈഡ്സ് yield alkyl azide. On treatment with sodium azide with alkyl halides yield alkyl azide. Alkyl azide on catalytic reduction we will get primary amine. നമുക്കൊരു എക്സാമ്പിൾ RX treated with sodium azide NaN3. We will get alkyl azide. Alkyl azide on catalytic reduction PDH2 or PTH2 or LiAlH4 ഏതായാലും treated with we will get RNH2 plus N2. That is primary amine. ഇതിനൊരു എക്സാമ്പിൾ നോക്കൂ. CH3Cl plus NaN3 gives CH3N3 on PDH2 CH2 plus N2. Same reaction can also takes place with potassium iodide. Okay, potassium azide. Potassium azide can also used to prepare alkyl azides, and they can then be reduced to primary amine by variety of reducing agent like LaLH4 etc. Okay, so potassium azide വെച്ചിട്ട് ഒരു എക്സാമ്പിൾ CH2Cl plus KN3 we will get CH2N3 on catalytic reduction H2PD we will get CH2 plus N2. Okay, this is the azide synthesis from alkyl halide. Azide synthesis. Okay, then next we are going to next name reaction. Gabriel phthalimide synthesis. Gabriel phthalimide synthesis ഫേമസ് ആയിട്ടുള്ള ഒരു നെയിം റിയാക്ഷൻ ആണ്. ഇതിന്റെ മെക്കാനിസം അല്ല നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത്, പ്രിപ്പറേഷൻ ആയതുകൊണ്ട് മെക്കാനിസം ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ Gabriel phthalimide synthesis is used to prepare primary alkyl or aryl alkyl amines. Phthalimide when treated with alcoholic potassium hydroxide yield potassium salt of phthalimide. This on treated with alkyl or aryl halides yield corresponding N substituted phthalimide. അപ്പോൾ ആദ്യം നമ്മൾ phthalimide means phthalimide on treated with alcoholic potassium hydroxide. We will get potassium salt of phthalimide. OH ഉം H ഉം കമ്പൈൻ ചെയ്തിട്ട് -H2O, then K ഉം N ഉം കമ്പൈൻ ചെയ്തിട്ട് potassium salt of phthalimide. N minus K plus. This is the potassium salt of phthalimide. Potassium salt of phthalimide reacted with the alkyl halide. RX. Then X combined with K and form KX. Then R and R going to N part and forms alkyl substituted phthalimide. Plus KX.
So we will get a N-alkyl phthalimide. N-alkyl phthalimide boiled with hydrochloric acid H plus. Then we will get phthalic acid plus R NH2. Phthalic acid and RNH2. Okay, this is the Gabriel-Phthalimide reaction. Moon step. First step, alcoholic phthalimide treated. We will get potassium salt of phthalimide and again treated with alkyl halides. Then we will get alkyl substituted phthalimide on treated with concentrated hydrochloric acid. We will get a primary amine. Okay, similar example. Example of phthalimide react with alcoholic KOH. We will get potassium salt of phthalimide treated with C2H5Cl. We will get alkyl substituted phthalimide. Alkyl substituted C2H plus KCl. This one treated with acid. We will get phthalic acid plus C2H5NH2. This is the method of preparation of amines from phthalimide. Okay. Then next, from reduction from nitro compound. Next preparation from nitro compound. Nitro compounds NO2 group reduce we will get primary amines. An example of nitro compound can be reduced by catalytic hydrogenation, H2 palladium, H2 platinum, or catalytic reducing agent LiAlH4. അതേപോലെ തന്നെ ആസിഡ് മെറ്റലിൻ ആസിഡ് FeHCl, SnHCl ഒക്കെ നമുക്ക് ഇവിടെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. RNO2 plus 6H presence of palladium H2 or LiAlH4 or FeHCl. either വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. We will get RNH2 plus H2O. RNH2 plus H2O. Okay, here specific example CH3 NO2 plus RH palladium H2. We will get CH3 NH2 2H2O. Okay, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നൈട്രോ കോമ്പൗണ്ട്സ് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് amines സിന്തസിസ് ചെയ്യാൻ പറ്റും. ഒരു ആരോമാറ്റിക് എക്സാമ്പിൾ ആണ് CH3 plus 6X SN. We will get NH2 CH3 2H2. Okay, അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാം. Okay, നമുക്ക് we will get primary amine. Then next from nitriles and isonitrile. From
നൈട്രിൽസ് ആൻഡ് ഐസോനൈട്രിൽസ്. നമുക്ക് പറയാൻ പറ്റും ഐസിൽസ് ആൻഡ് ഐസോനൈട്രിൽ എന്ന് പറയുമ്പോൾ CN-NC ഗ്രൂപ്പ്. അപ്പോൾ അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? അമീൻ ഗ്രൂപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നൈട്രിൽസ് ആണെങ്കിൽ, അതായത് സയനൈഡ് ഗ്രൂപ്പ് ആണെങ്കിൽ കറസ്പോണ്ടിങ് നൈട്രൈൽസ് വിത്ത് സോഡിയം ഇൻ ആൽക്കഹോൾ, റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് സോഡിയം ഇൻ ആൽക്കഹോൾ ആണ് ഇതിനെ മെൻഡിയസ് റിയാക്ഷൻ എന്നാണ് പറയുക. ഓർ കാറ്റലറ്റിക്കലി വിത്ത് H2 ഇറാനൈൻ നിക്കൽ ഓർ വിത്ത് ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ്. അപ്പോൾ ഈ സയനൈഡിന് നമ്മൾ സോഡിയം ഇൻ ആൽക്കഹോളോ അല്ലെങ്കിൽ ഈ റാനൈൻ നിക്കൽ അല്ലെങ്കിൽ H2 ഇൻ നിക്കലിൻ്റെ പ്രസൻസിൽ നമുക്ക് LiLH4ൻ്റെ പ്രസൻസിൽ നമുക്ക് റെഡ്യൂസ് ചെയ്താലും we will get amine. Okay, and example നോക്കാം. RNC, it is nitrils on H2 in nickel or LiAlH4, we will get RNH2. Sorry, this is isonitrile CN. Here we will get CH2NH2. അപ്പോൾ നൈട്രൈൽ സയനൈഡിന് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ we will get primary amines. എക്സാമ്പിൾ നോക്കുക. CH3CN CH3 CH2 NH2. Okay, that is the method of preparation amine from nitriles. Then next we are going to prepare amine from isonitriles, reduction of isonitrile. Isonitrile എന്ന് പറയുമ്പോൾ NC. അപ്പോൾ NC നമുക്ക് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് സെക്കൻഡറി അമീൻ ആയിരിക്കും. മീഥൈൽ സെക്കൻഡറി അമീൻ, വൺ ഹാവിംഗ് മീഥൈൽ ഗ്രൂപ്പ് as one alkyl group can be prepared by the reduction of isonitrile. അപ്പോൾ നൈട്രലിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി അമീൻ അതും കിട്ടുക. പക്ഷേ ഐസോനൈട്രലിനെ റെഡ്യൂസ് ചെയ്താൽ we will get സെക്കൻഡറി അമീൻ. നമുക്ക് പറയാൻ പറ്റും മീഥൈൽ സെക്കൻഡറി അമീൻ ആയിരിക്കും കിട്ടുക. ഒരു എക്സാമ്പിൾ നമുക്ക് RNC treated with LiAlH4 or nickel H2, we will get RNHCH3. We will get methyl substituted amine and secondary amine. Another example നോക്കുക. CH3NC with the reducing agent, we will get CH3NHCH3. Okay, so we will get secondary amine catalytically with the H2 and anion nickel. Then next we are going to prepare amine from amide. We are going to prepare amines from amide. What is amide? NHCO group is amide. So, primary, secondary, tertiary amide on reduction with the sodium and alcohol or lithium aluminum hydride yield corresponding amines. അപ്പോൾ ഈ ഒരു മെത്തേഡ്സ് പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈമറി അമീനോ സെക്കൻഡറി അമീനോ ടെർഷ്യറി അമീനോ ഒക്കെ സിന്തസിസ് ചെയ്യാൻ പറ്റും ബേസ്ഡ് ഓൺ whether depends on primary amides, secondary amides or tertiary amides. നമ്മൾ റിയാക്ടന്റ് ആയിട്ട് എടുക്കുന്നത് പ്രൈമറി അമീൻസ് ആണോ സെക്കൻഡറി അമീൻസ് ആണോ ടെർഷ്യറി അമീൻസ് ആണോ അതിന്റെ ബേസിസ് നമുക്ക് അമൈഡ് ആണെങ്കിൽ അതിന്റെ ബേസിസ് നമുക്ക് ഡിഫറെന്റ് അമീൻസ് സിന്തസിസ് ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രൈമറി അമീൻ ആണ് നമ്മൾ റിയാക്ടന്റ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ RCONH is primary amine. പ്രൈമറി അമീൻ ആണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുക്കുന്നുണ്ടെങ്കിൽ LiAlH4, we will get
പ്രൈമറി അമൈഡ് ആണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുക്കുന്നുണ്ടെങ്കിൽ we will get primary amine RCH2NH2. ഇനി അതല്ല സെക്കൻഡറി അമീൻ ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് RCONNHR dash RCH2 NHR dash. ഇനി എടുക്കുന്നത് ടേഴ്സറി അമൈൻ ആണെങ്കിൽ ടേഴ്സറി അമൈഡ് ആണെങ്കിൽ RCONR dash double dash. We will get tertiary amine. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്ന അമൈഡ് മാറുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റും മാറും. ഓക്കെ, ഇതിന് എക്സാമ്പിൾ എഴുതുന്നില്ല. എക്സാമ്പിൾ ജസ്റ്റ് ഇതേപോലെ ആറിന് പകരം CH3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത ഫേമസ് ആയിട്ടുള്ള ഒരു നെയിം റിയാക്ഷൻ ആണ്. അടുത്താണ് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ ഓർ ഹോഫ്മാൻ ഹൈപ്പോബ്രോമൈഡ് റിയാക്ഷൻ. When primary amides on reaction with bromine, primary amides on reaction with bromine and KOH at about 70 degrees Celsius, primary amine having one carbon atom less than that the parent amides. This reaction is known as Hofmann bromide reaction. അപ്പോൾ പ്രൈമറി അമൈഡ്സും ബ്രോമിനും ആൽക്കഹോളിക് KOH ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അറ്റ് 70 ഡിഗ്രി സെൽഷ്യസിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ we will get a primary amine having less than one carbon atom than the parent. Okay, amine having one carbon atom less than that of parent amide. അപ്പോൾ പാരന്റ് എടുക്കുന്ന അമൈഡിനെക്കാളും ഒരു കാർബൺ ആറ്റം ലെസ് ആയിട്ടുള്ള ഒരു അമീൻ ആയിരിക്കും നമുക്ക് പ്രൊഡക്റ്റിൽ കിട്ടുക. ഈ റിയാക്ഷനാണ് നമ്മൾ ഹോഫ്മാൻ ബ്രോമൈഡ് ഹോഫ്മാൻ ഹൈപ്പോബ്രോമൈഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. RCO Hofmann bromide reaction. Hofmann bromide reaction. RCO NH2 Br2 KOH. We will get RNH2 plus K2 KBr K2CO3 plus 2H2. This is the Hofmann bromide reaction. Specific example എടുത്തു. CH3CO NH2 Br2 KOH CH3 NH2 plus 2 KBr K2CO3 2H2. Okay, this is the Hofmann bromide reaction. അടുത്ത from carboxylic acid. അടുത്ത reaction, method of reaction from carboxylic acid. From carboxylic acid. Okay. Primary amines can be prepared by shaking a solution of carboxylic acid in concentrated H2SO4 with a solution of hydrozoic acid. Then again, primary amines can be prepared by shaking a solution of carboxylic acid in concentrated H2SO4 with a solution of hydrozoic acid. Hydrozoic acid carboxylic acid ഈ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് H2SO4 ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ we will get alkyl or aryl isocyanate. അതിന് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്തിട്ട് we will get primary amines. നോക്കാം
COH plus HN3. HN3 means hydrozoic acid. In concentrated H2SO4, we will get R alkyl isocyanate minus CO2, we will get R NH2, get primary amines. So this is a method of preparation of primary amines. The specific example C6H5COH plus HN3 H plus presence of sulfuric acid, you will get C6H5N. Okay, this is the product on H2O minus CO2, you will get C6H5NH2. Okay, this is the product. This is a method of preparation of amine from carboxylic acid. This reaction is also known as Smith reaction. Smith reaction. Okay, അപ്പോൾ ഇത്രയാണ് അമീൻസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. നോക്കിക്കൂടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ സെക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു.